വരച്ച കുറച്ച് മ്യൂറൽ പെയിൻറ്റിങ്സ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതി. ഒരുപാടൊന്നുമില്ല, കുറച്ച് പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്ത് അമ്പലത്തിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസായിട്ട് ഞാൻ ഇതിനകത്ത് കാണിക്കാം. അല്ലാതെ ഭരണിയിലും ഒക്കെ ഞാൻ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോട്ടിലിൽ നിന്ന് തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം വരച്ച ബോട്ടിലൊന്നും അല്ല. അപ്പം ആദ്യം വരച്ചത് ഞാൻ ഭിത്തിയിലായിരുന്നു കേട്ടോ വരച്ചത്. അതിനുശേഷം പിന്നെ ബോട്ടിലോട്ട് കയറി. ഭിത്തിയിലൊക്കെ സ്ഥലം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ബോട്ടിലോട്ട് കയറി. ഏകദേശം ഞാൻ TV സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ടേക്കുന്നതുകൊണ്ട് കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതായിരുന്നു കുപ്പിയിൽ ഞാൻ ആദ്യമായിട്ട് വരച്ചിട്ടുണ്ടായിരുന്ന മ്യൂറൽ. ഒരു കൃഷ്ണനെ ആയിരുന്നു കേട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഏകദേശം ഈ കളർ അല്ലായിരുന്നു, എന്തോ പഴക്കം ചെന്നത് കൊണ്ടായിരിക്കാം ഇതിപ്പോൾ ഇങ്ങനൊരു ഫുള്ളൊക്കെ ഗോൾഡ് ഷെയ്ഡിലേക്ക് ആയി കഴിഞ്ഞു. ഞാനൊരു വാർണിഷ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് തോന്നുന്നു ഇത്രയും നാള് ഇരുന്നത്. ബോട്ടിൽ ഇതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു തെയ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. തെയ്യത്തിന്റെ ഏകദേശമൊക്കെ പെയിന്റ് ഇളകി തുടങ്ങി. ഇതിന്റെ മേളില് വാർണിഷ് അടിച്ചിട്ടും എന്തോ കുപ്പിയിൽ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്തത് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഭരണിയിലായിരുന്നു. ഒരു ഗണപതി ആയിരുന്നു കേട്ടോ. ഗണപതിയെ വരച്ച എനിക്ക് ഭയങ്കര ലക്കാട്ടോ. ഭയങ്കര ലക്കുള്ള ഒരു ദൈവമാണ് ഗണപതി എന്ന് പറഞ്ഞാൽ. എനിക്കതൊരു ഗണപതി വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഒരു ഗണപതിയെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോ ഞാൻ ഇതിനകത്ത് കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ ക്യാൻവാസിൽ ആദ്യമായിട്ട് വരച്ച പടം ഇതായിരുന്നു കേട്ടോ. ഒരു അർദ്ധനാരീശ്വരനെ ആയിരുന്നു ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം നന്നായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇതാണ്, കാണാൻ പറ്റുന്നുണ്ടോ? ഇതായിരുന്നു അർദ്ധനാരീശ്വരൻ. കുറ്റകുറ്റങ്ങളൊക്കെ കാണും കേട്ടോ എനിക്ക്. ഞാനിത് പോയി പഠിച്ച് ചെയ്ത കാര്യമൊന്നുമല്ല. എന്തായാലും കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് കമന്റ് ചെയ്യണം, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ കമന്റ് ചെയ്തു കേട്ടോ. കുഴപ്പമില്ല. അടുത്തത് ഞാൻ ഇതാണ്ടായിരുന്നു കേട്ടോ വരച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ക്യാൻവാസ് എങ്ങനെയാ വാങ്ങേണ്ടത്, അതെങ്ങനെയാ കട്ട് ചെയ്ത് വാങ്ങിക്കേണ്ടത്, അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഇതുപോലുള്ള ബോർഡ് വെച്ചായിരുന്നു ഞാൻ ക്യാൻവാസിൽ വരച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പേപ്പറിലേക്ക് മാറിയത്. പിന്നെ ആദ്യമേ ഞാൻ ക്യാൻവാസ് പേപ്പറായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല വാങ്ങിക്കേണ്ടത്. ഇത് വരയ്ക്കാൻ സെറ്റ് ചെയ്ത ക്യാൻവാസ് ഉണ്ടായിരുന്നല്ലോ, അതുപോലത്തേത് വാങ്ങിക്കണമായിരുന്നു. പിന്നെ ഞാൻ അത് വാങ്ങിച്ചു. അപ്പോൾ പല ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഞാനിങ്ങനെ പല അബദ്ധങ്ങൾ പറ്റിയാണ് കേട്ടോ പോയത്. ഇത് എനിക്ക് ആദ്യം 100 രൂപയ്ക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടുത്തെ ആ പുള്ളിക്കാരൻ 200 രൂപയ്ക്കായിരുന്നു എനിക്ക് തന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി പറ്റിക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ ക്യാൻവാസ് ഷീറ്റിലേക്ക് മാറിയത് അങ്ങനെയാണ്. ഇതാണ് പിന്നെ വരച്ച പടം. പിന്നെ ഈ പടത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം ഞാൻ രാത്രിയിൽ ഇരുന്ന് വരയ്ക്കുന്ന പടമാണ് കേട്ടോ. ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു മൂഡ് തോന്നും വരയ്ക്കാൻ. അപ്പോഴാണ് പലരും ഇങ്ങനെ വരച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കൊരു മൂഡ് തോന്നാതെ ഞാൻ വരയ്ക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് കോളാവത്തേ ഉള്ളൂ. വെറുതെ പെയിന്റും ഇതൊക്കെ കളയാവുന്നതല്ലാതെ ഒരു ഗുണമില്ല. അപ്പോൾ അവർക്ക് നമ്മളോട് തോന്നും, ഓ അവർക്ക് വരയ്ക്കാൻ അറിയാം, അതുകൊണ്ട് അവൾ വരച്ച് തരാത്തയാന്നൊക്കെ തോന്നും. അങ്ങനെ ചില ഇൻസിഡൻറ്റും ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ വൈകിയാതെ ഇങ്ങനെ പോകും. പിന്നെ ഉള്ളത് ഈ കൃഷ്ണനായിരുന്നു കേട്ടോ വരച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാനൊരു വിഷുവിന് വരച്ചതായിരുന്നു. ഇതും കേക്ക് ബോർഡാണ് കേട്ടോ. ഇതും കേക്ക് ബോർഡാ. അതിന്റെ മേളിൽ ഞാൻ നമ്മുടെ ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് വരച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വാർണിഷ് അടിച്ചിട്ടുണ്ട്. അതാ ഒരു ഗ്ലേസിംഗ് പോലെ തോന്നിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അക്രിലിക് പെയിന്റ് ആണ് കേട്ടോ. അക്രിലിക്കും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പടം വരയ്ക്കാൻ തുടങ്ങുമ്പോഴേ ഞാൻ ഇഷ്ടംപോലെ പെയിന്റ് അങ്ങനെ വാങ്ങിച്ചു കൂട്ടുക അങ്ങനെയൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഏതൊക്കെ പെയിന്റാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ഒക്കത്തക്ക രീതിയിലുള്ള പടമേ ഞാൻ വരയ്ക്കാറുള്ളൂ. അതെ,
അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തത് ലേറ്റസ്റ്റ് ആയിട്ട് വരച്ചതായിരുന്നു കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വിജയദശമിക്ക് വരച്ചതായിരുന്നു. ഇതും ക്യാൻവാസ് ഷീറ്റിലായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെ ഏതോ ഒരു പഴയ ഒരു ഫ്രെയിം ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് അതിനകത്ത് ഇട്ടുന്നേ ഉള്ളൂ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇത് ഫ്രെയിം ഇട്ട് കഴിഞ്ഞ് കാണാൻ നല്ല ലുക്കായിരുന്നു കേട്ടോ. അത് ഇതാ ഇടയ്ക്ക് ഇത് സൈഡ് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഈ ടേപ്പ് വെച്ചേക്കുന്ന അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതൊരു ദേവിയാണ് കേട്ടോ ഉദ്ദേശിച്ചിരുന്നത്. ഇതിന് ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ആഗ്രഹത്തിന് ചിലത് ഞാൻ വരച്ചിട്ടുള്ളത് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ വിജയദശമിക്ക് വരച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഞാൻ കുറച്ച് ദിവസം കൊണ്ടാണ് കേട്ടോ ഇത് വരച്ച് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ കണ്ണ് ലാസ്റ്റ് ഞാൻ വരച്ചത് വിജയദശമിയുടെ അന്ന് തന്നെ ആയിരുന്നു. വർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ, ഒരു ലൈക്കെങ്കിലും ചെയ്യിപ്പിക്കണേ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മ്യൂറൽ പെയിന്റിങ്. ഞാൻ ക്യാൻവാസിൽ വരച്ചത്, പിന്നെ കുപ്പിയിൽ വരച്ചതുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുപ്പിയിൽ വരച്ചത് ഇതായിരുന്നു. അത് ഞാൻ നിങ്ങളെ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ ഭരണിയിൽ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഭരണി ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.